വാൻ വരുവാൻ തൊടുവാൻ മഴപ്പോൽ വീഴുവാൻ മരുമം അറിവാൻ എന്നുള്ളൊളിവാൻ അരുകിൽ നിമിരുവാൻ തൊലൈവിൽ പണിവാൻ ഗർവം കൊണ്ടാൽ കല്ലായുരൈവാൻ കല്ലായുരൈവാൻ ഉരൈവാൻ കാതൽ വന്താൽ കണിയായി നെകിഴ്വാൻ എൻ കള്ളകാമുകനേ. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു 4th ഡേ ഇൻ ശ്രീനഗർ, ഉദയൻ കശ്മീർ എന്ന് പറയാം. സോ ഇന്നിതാ നല്ല മഴയുണ്ട്. ഇപ്പോൾ സമയം 7:30 രാവിലെ. ഇന്നലെ തൊട്ടേ മഴയായിരുന്നു, ഇപ്പോൾ മഴ മാറിയിട്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കുറച്ച് മഴ കിട്ടി, മഴ ഇപ്പോഴും നോൺ സ്റ്റോപ്പ് മഴയാണ്. മഴ പണിയാവുമെന്നറിയില്ല, കാരണം ഇന്ന് ഞങ്ങൾ പോകുന്നത് പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സോ പെഹൽഗാമിൽ ഇപ്പോൾ മൈനസിലാണ് ടെമ്പറേച്ചർ നിൽക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഫിറോസ് ഭായ് പറഞ്ഞത്. സോ അവിടെയും സ്നോഫോൾ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ മഴ കൂടി ആണെങ്കിൽ ഒരുതരം വൃത്തിയായിട്ട് തണുപ്പായിരിക്കും ചിലപ്പോൾ. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വെറ്റ് ഷർട്ട്, സ്നോ പ്രൂഫ് പാൻറ്റും പിന്നെ ഒരു മഫ്ലർ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോയത് ഒരു കാശ്മീർ ഡെലിക്കസിയാണ്. ഇതിൻ്റെ പേരാണ് ഹരീസ ഹബ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കാൻ പോയത്. ഇവിടുത്തെ ഫേമസ് ഐറ്റമാണ്. സോ കാശ്മീർ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. ഇത് പൊതുവെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് വിൻ്റർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ വേറെ കസ്റ്റമേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വന്നു. ആൻഡ് അതൊക്കെ മലയാളികളായിരുന്നു കേട്ടോ. ഒരു മലയാളി ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു കാശ്മീർ. അപ്പം അവരും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഫുൾ മലയാളികളായിരുന്നു ലാസ്റ്റ്. ഹരീസയുടെ കൂടെ റൊട്ടിയാണ് കഴിക്കുന്നത്. ഹരീസ എന്ന് പറഞ്ഞത് മട്ടൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ മട്ടൻ ഹരീസയാണ് ഫേമസ്. ആൻഡ് ഇത് മട്ടൻ ഹരീസയാണ്. അതിൻ്റെ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം കുറച്ചൊരു സ്ലൈമി ടെക്സ്ചറാണ് അതിന്. അപ്പോൾ അതും റൊട്ടിയും കൂടെയാണ് കഴിക്കുന്നത്. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് ഒന്നാമതേ നല്ല വിശപ്പുണ്ടായിരുന്നു, പിന്നെ ആ ചൂടൊക്കെ കൂടി സൂപ്പർ. ഇതാണ് ഹരീസ ആൻഡ് റൊട്ടി. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഹരീസ കഴിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന്, പക്ഷേ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ, കൊള്ളാം. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ നേരെ പെഹൽഗാമിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് ദാലിലേക്കാണ് കേട്ടോ. മഴയൊക്കെ ഉള്ളത് കാരണമാണ് വലിയ ബോട്ടും വഞ്ചികളൊന്നും ഇപ്പോൾ കാണുന്നില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഫുൾ വഞ്ചികൾ. സോ ഞങ്ങൾ ഓൺ ദ വേ ടു പെഹൽഗാമാണ്. നമ്മൾ ഓൺ ദ വേയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കേസർ എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കടകളും കേസറിൻ്റെ കടകളാണ്. സോ ഫുൾ കേസർ സ്പോട്ടാണ്. അപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് അജ്വ കേസർ. എന്നെ കളിയാക്കുന്ന ഡ്രൈവർ, ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കാരണം. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം. കുറേ കേസറിൻ്റെ പ്രൊഡക്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പെർഫ്യൂംസ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഈ വഴിയിലത്തെ ഏത് കടയിൽ നോക്കിയാലും ഈ സെയിം പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. പൈസ റേറ്റ് കുറച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൾ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ മെയിൻലി കേസർ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ നല്ല കത്തിയായിരുന്നു ആവശ്യത്തിന്. പിന്നെ അതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അവർ ടെസ്റ്റൊക്കെ ചെയ്ത് കാണിച്ചു തന്നു. പക്ഷേ ഈ കേസർ കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാരണം ഞങ്ങൾ കേസർ വാങ്ങിച്ചില്ല. പിന്നെ ഒരു സാഫ്രൻ്റെ ഒരു ഫേസ് ക്രീം കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ അവർ കാവ തന്നിട്ട് കുടിക്കാനായിട്ട്, സാഫ്രൻ്റെ ഇൻഫ്യൂസ്ഡ് ഓയിൽ. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ സ്മെല്ല് നല്ലായിരുന്നു. പക്ഷേ റേറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഒരു വെറൈറ്റി സംഭവം കണ്ടതാണ് കേട്ടോ, ശിലാജിത്ത്. ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. ഇത് മലകളിൽ മൗണ്ടൻ റേഞ്ചസിൽ ഉണ്ടാവുന്നൊരു സാധനമാണ്. അത് ഇതിൻ്റെ ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ലോഡ് ഗുണങ്ങളാണ്. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. കാവ വാങ്ങിച്ചിട്ട് കാവ. പിന്നെ ഇത് ഗുൽക്കണ്ട് ജാമാണ്, അത് റോസ് പെറ്റൽ കൊണ്ടുണ്ടാക്കി. പെഹൽഗാം ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന ആപ്പിൾ ഫാം ആണ് കേട്ടോ. പക്ഷെ കോമഡി എന്താണെന്ന് അറിയാം,
ഈ ഇതൊക്കെ ഉണങ്ങിയിരിക്കുകയാണ് മരങ്ങളെല്ലാം. ആൻഡ് ഈ കാണുന്നതൊക്കെ ഒറിജിനലി തൂങ്ങിയിരിക്കുന്നതല്ല, അവർ ആപ്പിൾ കുത്തി വെച്ചേക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളുടെ നമുക്ക് ആപ്പിൾ ജാം, ആപ്പിൾ അച്ചാർ, ആപ്പിൾ ജ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രഷ് കിട്ടും. പിന്നെ ഞങ്ങളടുത്ത് ഗാർഡൻ്റെ അത് വരെ നടന്നോളാനും പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു കടയുണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. സോ നോക്കാം നമുക്കൊന്ന്. ഞങ്ങൾക്ക് അവർ വെൽക്കം ആപ്പിൾ രക്ഷയില്ല. ഗ്രീൻ ആപ്പിളാണ്. അച്ചാർ തിന്നോട്ടെ. ആപ്പിൾ അച്ചാർ. चटनी सॉस, ये गार्लिक अचार, चटनी अपनी चटनी, ये गार्लिक है ना, അച്ചാർ അടിപൊളി. ചട്നി സോസ്. എനിക്ക് അച്ചാറാണ് ചട്നീനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത്. സോസ് एप्पल जैम मीठा, ആപ്പിൾ ജാം. ഫോഗാണോ അത്? കോടമഞ്ഞ. ഒരു രക്ഷയില്ല. ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. അവർ ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. അപ്പം ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ആപ്പിൾ വെച്ചിട്ടുള്ള കേട്ടോ. ഉപ്പിടും ഇതിൻ്റെ അകത്ത് കുറച്ച്. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ ഉപ്പിട്ട് കഴിക്കും. ഇതിൽ ഷുഗർ ഇട്ടിട്ടില്ല, വെള്ളം ഇട്ടിട്ടില്ല, ഐസ് ഇട്ടിട്ടില്ല, വെറും പ്യോർ ആപ്പിൾ ജ്യൂസ്. അവിടുന്ന് ഞാൻ ആപ്പിൾ അച്ചാർ വാങ്ങിച്ചിട്ടോ. എനിക്ക് ശരിക്കും ആപ്പിൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ അത് കാരണം തൽക്കാലം ആപ്പിൾ അച്ചാറാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ ടു പെഹൽഗാം. പെഹൽഗാം എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. അപ്പോൾ ശ്രീനഗർ പോലെ അത്രയും ഡെവലപ്ഡും അത്രയും ഒരു റഷും ഒന്നും ഉണ്ടാവില്ല. ഇതാണ്ടോ പെഹൽഗാം കുരങ്ങൻ. ഭയങ്കര വയലൻ്റ് കുരങ്ങന്മാർ. സോ ഇതാ കാണുന്നു, അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഹീവൻ. നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. സൂപ്പർ പാലം. അയ്യോ, ഇവിടുത്തെ കുരങ്ങന്മാരെ കണ്ട ദൈവമേ എന്തൊരു സൈസാണെന്നറിയോ. അത് ഭയങ്കര വയലൻ്റ്. ഈ താഴത്ത് ഇവിടെ തന്നെ കഫേയാണ്, കഫേ വില്ലോ. ഇത് ഭയങ്കര ഫേമസ് ആണ്. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. നമുക്ക് ആപ്പിൾ കഴിക്കുന്നവരാണ്. ഓക്കെ, അകത്ത് എത്തിയിട്ട് കാണിക്കാം. ഇനി തണുത്തിട്ട് കൈ വിറക്കും. നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇതാ ഒരു കാശ്മീർ കുരങ്ങൻ. ഇവർക്ക് നല്ല തിക്ക് ഫർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സൈസും. പിന്നെ അവരുടെ വാല് ഭയങ്കര ചെറുതായിരിക്കും. ഈ കുരങ്ങിന് ഒരു കൈയേ ഉള്ളൂ, പക്ഷെ ഒരു കൈ ഇല്ല, പാവം. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കാവയാണ് കേട്ടോ തന്നത്. കാശ്മീർ എവിടെ പോയാലും കാവയാണ് മെയിൻ ഡ്രിങ്ക് ആയിട്ട് തരുന്നത്. ആൻഡ് പെഹൽഗാമിലെ കാവയാണ് ദി ബെസ്റ്റ് കാവ എന്നാണ് പറയുന്നത്. കാരണം പെഹൽഗാമിലാണ് ഈ സാഫ്രൻ്റെ ഒക്കെ ഗാർഡൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന സാഫ്രൺ വെച്ചിട്ടാണ് എല്ലാവരും കാവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. സോ അടിപൊളി ഹോട്ടലാണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് അത്യാവശ്യം പഴയ കുറേ വർഷങ്ങളായിട്ടുള്ള പണ്ടത്തെ ഒരു ഹോട്ടലാണ്. ആൻഡ് ഇത് വുഡ് കൊണ്ടുണ്ടാക്കിയതാണ്. ഫുൾ വുഡൻ ഫ്ലോർസും ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആണ്. അപ്പോൾ എന്താണ് പ്രശ്നം? ലിഫ്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് തേർഡ് ഫോർത്ത് ഫ്ലോറായിരുന്നു. അപ്പോൾ ഈ ലഗേജൊക്കെ വെച്ചിട്ട് കയറാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ കയറി. അങ്ങനെ ദാ ഞങ്ങളുടെ റൂമിലെത്തി. ഇടിവെട്ട് വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ആക്ച്വലി റൂം അപ്ഗ്രേഡ് കിട്ടിട്ടോ. അത് എന്തോ ഒരു ഭാഗ്യം. അത് കാരണം നല്ല സൂപ്പർ വ്യൂ ആയി.
ഓക്കെ, അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ഇവിടെ ഇപ്പോൾ 9 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൽഷ്യസ് അല്ലേ, റൂമിലെത്തി. ഇവിടെ ഇപ്പോൾ 9 ഡിഗ്രി ആണ്, മൈനസ് ആയിട്ടില്ല. രാത്രി എന്തായാലും മൈനസ് ആവും. പിന്നെ ചെറിയ മഴച്ചാറ്റലുണ്ട്. നല്ല തണുപ്പുണ്ട്. ശ്രീനഗറിൽ നിന്നതിനെക്കാട്ടിലും തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ. വേറൊരു ലുക്കാണ് എനിക്ക്. ഈ ഒരു വാലി ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പക്ഷെ ക്രിഷ് സിനിമയിലെ സനനന ആ പാട്ടില് ഹൃത്തിക് റോഷൻ, എനിക്ക് അതാ ഓർമ്മ, ആ ഒരു ഇത് ഓർമ്മ വരുന്നത്. സൂപ്പർ ഹോട്ടലാണ്, സൂപ്പർ വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ കഫേ, ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് അകത്തുണ്ട്. അതല്ലാതെ ഇവിടുത്തെ തന്നെ കഫേ വില്ലോ താഴെയുണ്ട്, അതാണ് ഏറ്റവും ഫേമസ്. സോ ഇപ്പോൾ ഞങ്ങൾ കഫേയിലേക്ക് പോവാണ്. കാരണം കഫേയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡേ ടൈമിൽ കുറച്ചുകൂടി വ്യൂസ് കിട്ടും, കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് രാത്രി ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ പോകാം. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഇവിടെ തന്നെ ആയിരിക്കും റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കഫേ ഫുള്ളാണ്. ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. ആക്ച്വലി കഫേയുടെ പുറത്തിരുന്ന് കഴിക്കാനായിട്ട് എന്ത് വ്യൂ ആണെന്നറിയോ, പക്ഷേ മഴയായത് കാരണം നമുക്ക് പുറത്തിരിക്കാൻ പറ്റില്ല. ഇതൊരു ഇറ്റാലിയൻ കഫേ ഉണ്ടോ, കൂടുതലും ഇവിടെ കാശ്മീരി ഫുഡല്ല, അല്ലാത്ത കോണ്ടിനെൻ്റൽ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. അവിടെ കുറേ സീറ്റ് വെക്കണ്ടായി, ഇപ്പോൾ വെളിച്ചമായിരിക്കും, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ടേബിൾ കിട്ടി. അവസാനം ഇതെന്താ സാധനം മനസ്സിലായിട്ടില്ല കേട്ടോ. എല്ലാ ടേബിളും സോസായിരിക്കും മേ ബി. നല്ല ഭയങ്കര തിൻ കൺസിസ്റ്റൻസി, സോസിന് പറ്റിയതല്ല, അറിയില്ല. ഓർഡർ ചെയ്തത് ചാട്ട് ടൊമാറ്റോ ആൻഡ് ബേസിൽ തണുപ്പത്ത് ചൂടുള്ള സൂപ്പ് കുടിക്കാനായിട്ട് പോകണം. തക്കാളി ഇതാണ് ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത്. ബെറീറ്റോ ബൗളാണ്. ഇതിൻ്റെ അകത്ത് റൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. കണ്ടിട്ട് നല്ല ഭംഗിയല്ലേ, വെരി കളർഫുൾ. കൊള്ളാം, ഇനി കഴിച്ച് നോക്കട്ടെ. അയ്യോ, ഈ സൈഡിൽ നിന്ന് സ്നോൻ്റെ സൈസൊക്കെ വലിയ വലിയ പഞ്ഞികൾ വീഴുന്ന പോലെയാണ് ഇപ്പോൾ. ആദ്യം ചെറിയ ചെറിയ പൊടിയായിരുന്നു, അപ്പോൾ താഴെ വീഴുന്നത് കാണുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല വലിയ വലിയ സൈസ്. ഇത് എവിടെ നിന്നറിയോ? ഓ നോക്കി, പഞ്ഞി പോലെ. അയ്യോ, എനിക്ക് തൊടാൻ തോന്നുന്നു. സൂപ്പർ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ, നല്ലൊരു അടിപൊളി സ്നോഫോള്. പിന്നെ ഞങ്ങൾ അന്ന് ഫുൾ ഡേ റെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് രാത്രി ഡിന്നറും ആ കഫേയിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ചെറിയൊരു ഡെസേർട്ടൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതാണ് മോർണിംഗ് കാഴ്ച. ഇതാ കണ്ടോ, മഞ്ഞ് വീണിട്ട് നല്ല സ്നോഫോളായിരുന്നേ. ആദ്യം മഴയായിരുന്നു, പിന്നെ മഴ മാറിയിട്ട് ചെറിയ ചെറിയ മഞ്ഞ്, പിന്നെ ആ മഞ്ഞിൻ്റെ തിക്നെസ് കൂടി, പിന്നിപ്പോൾ മാറി. വലിയ തണുപ്പില്ല പക്ഷെ എന്നാലിപ്പോൾ. അയ്യോ, ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. അയ്യോ, അത് ഞാൻ വിചാരിച്ചു അയ്യോ മഴയാണോ എന്നൊന്ന് പേടിച്ചു പോയി. പക്ഷെ കുഴപ്പമില്ല. ഇതാണ് ബേതാബ് വാലി, പക്ക വിൻ്റർലാൻഡ്. ഇവിടെ നമുക്ക് ബൂട്ട്സ് ആവശ്യമുണ്ട്. വലിയ തണുപ്പ് പക്ഷെ തോന്നുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ആലോചിക്കേണ്ട മറ്റേ വലിയ ജാക്കറ്റ് വേണോ എന്നാണ്. കാരണം ഞാനിപ്പോൾ തെർമലുണ്ട്, സ്വെറ്റർ ഉണ്ട്, അതിൻ്റെ മുകളിലൊരു ചെറിയൊരു സ്വെറ്റ് ഷർട്ട് പോലത്തെ ഒരു ജാക്കറ്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ബേക്കറിയൊക്കെയാണ്. ഇവരിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ, നല്ല രസമല്ലേ. ഇവരത് ഇട്ടിട്ട് എന്നിട്ട് കൈ അവർ അതിൻ്റെ അകത്തിടാതെ കൈ പാൻറ്റിലിടും. അപ്പോൾ രണ്ട് കൈയുടെ സ്ലീവ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മളിവിടെ റോഡിലൊക്കെ നോക്കിയാൽ മിക്കവരും ഇങ്ങനെയാണ്. പൈൻ ട്രീസ്, സ്നോഫോൾ.